Hello guys, welcome back to AIMS Nursing with Me YouTube channel. So ഇന്നൊരു ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എയിംസ് BSc ഹോണേഴ്സ് നഴ്സിംഗ് സെക്കൻഡ് കൗൺസിലിംഗ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കൗൺസിലിങ്ങിന് സീറ്റ് കിട്ടിയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുത്തവർക്ക് അവരത് അപ്ഗ്രേഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ സീറ്റ് ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ദെൻ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് പോയിരിക്കുന്നത് 1516 ആണ്. ആൻഡ് OBC കാറ്റഗറി 2075 ആണ്. ആൻഡ് SC കാറ്റഗറി 6413 ആണ്. ആൻഡ് ST കാറ്റഗറി 13,235 റാങ്ക് വരെ കയറിയിട്ടുണ്ട്. ആൻഡ് EWS കാറ്റഗറി 3870. ഇത്രയും കുട്ടികൾക്കാണ് ഈ സെക്കൻഡ് കൗൺസിലിങ്ങിന് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ദെൻ വാലിഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർക്ക് റിസർവേഷനും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം സെക്കൻഡ് കൗൺസിലിങ്ങിന് സീറ്റ് കിട്ടിയവർക്ക് പുതിയ അപ്ഗ്രേഡായി സീറ്റ് കിട്ടിയവർക്കും പുതിയതായി സീറ്റ് കിട്ടിയവരും സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓൺലൈൻ സീറ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് സീറ്റ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ 1 lakh rupees അടയ്ക്കേണ്ടതായി വരും. സോ എല്ലാവരും തന്നിരിക്കുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ആക്സെപ്റ്റ് അലോട്ടഡ് സീറ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്താൽ കാണാവുന്നതായിരിക്കും. ജൂലൈ 25 മുതൽ ജൂലൈ 29 വരെയാണ് ഓൺലൈൻ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. സോ അതിനുള്ളിൽ തന്നെ എല്ലാവരും വേഗം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ 1 lakh rupees ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് കിട്ടിയിട്ടുള്ള എയിംസിൽ പോയി ചേരേണ്ട അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് കൊടുത്തിരിക്കുന്നതും 25 ജൂലൈ മുതൽ 29 ജൂലൈ വരെ 5 PM വരെയാണ്. സോ അതിൽ സാറ്റർഡേ 1 PM വരെയാണ് ടൈം തന്നിരിക്കുന്നത്. ആൻഡ് ബാക്കി എല്ലാ ഡേയ്സിലും ഉണ്ട്. സൺഡേ ഇല്ല. ദെൻ സാറ്റർഡേ 1 PM വരെയാണ് ടൈം. ദെൻ ഓൺലൈൻ സീറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ DD അവിടെ സബ്മിറ്റ് ചെയ്യണം. വിത്ത് സിറോക്സ് കോപ്പി DD അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് അവർ തരുന്ന ഡേറ്റിനുള്ളിൽ ആ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ ഓൺലൈനിൽ സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ദെൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓഫർ ലെറ്റർ, സീറ്റ് അലൊക്കേഷൻ ലെറ്റർ ആൻഡ് ഫൈനൽ രജിസ്ട്രേഷൻ സ്ലിപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ലഭ്യമാവുന്നതായിരിക്കും. ദെൻ അഡ്മിറ്റ് കാർഡ്, 10th പാസിംഗ് സർട്ടിഫിക്കറ്റ് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്, ദെൻ 12th പാസിംഗ് സർട്ടിഫിക്കറ്റ് ആൻഡ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്. ഈ വാലിഡ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത സെയിം റിസർവേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകേണ്ടതാണ്. 25 മുതൽ 29 ഈവനിങ് 5 PM വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടിയവർ 25 മുതൽ 29 ഈവനിങ് 5 PM ഉള്ളിൽ സബ്മിറ്റ് ചെയ്യുകയും അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ 30th ജൂലൈക്കായിരിക്കും നടക്കുക. അത് എയിംസ് ഡൽഹിക്ക് ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എയിംസിൻ്റെത് നമ്മൾ ചേരുമ്പോൾ അവരെ അറിയിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് മെഡിക്കൽ ടെസ്റ്റിൻ്റെ അന്ന് നമ്മൾ ഫീസ് അടച്ച് ചേരേണ്ടതായി വരും. ഫീസ് നമ്മൾ ക്യാഷായി കയ്യിൽ കരുതേണ്ടതാണ്. അപ്രോക്സ് 3000 നിയറാണ് ഫീസ് എയിംസ് ഡൽഹിയുടെ ഫീസായിട്ട് വരുന്നത്. ബാക്കി എയിംസിനെ കുറിച്ച് അഡ്മിഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ മെയിൽ ID മെയിൽ ചെയ്ത് അന്വേഷിക്കാവുന്നതാണ്. ദെൻ സെക്കൻഡ് റൗണ്ട് കൗൺസിലിങ്ങിന് എയിംസ് ഡൽഹി ആൻഡ് ജനറൽ കാറ്റഗറി 247 വരെയാണ് എയിംസ് ഡൽഹി അലോട്ടായിരിക്കുന്നത്. OBC NCL കാറ്റഗറി 326 വരെയാണ് എയിംസ് ഡൽഹി അലോട്ടായിരിക്കുന്നത്. ആൻഡ് EWS കാറ്റഗറി 666 വരെയാണ് എയിംസ് ഡൽഹി അലോട്ടായിരിക്കുന്നത്. സോ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്പൺ റൗണ്ട് കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വരുന്നതായിരിക്കും. സോ ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.